ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ രാവിലെ തൊട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അന്നത്തെ ദിവസത്തെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും നല്ല സൂപ്പർ റെസിപ്പീസും കാര്യങ്ങൾക്കും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടേ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ പതിവ് പോലെ രാവിലെ നമ്മളെ ഒരു ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ സുബഹി നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇപ്പം എൻ്റെ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ വൈകുന്നേരം അലക്കിയിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അത് ആറിയിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് ആറിയിടട്ടെ ആദ്യം തന്നെ. ചില ദിവസം ഇങ്ങനെ സമയം കിട്ടാത്ത ദിവസങ്ങളിൽ ഞാൻ വൈകുന്നേരം അലക്കാറുണ്ട് കേട്ടോ. അത് പിറ്റേ ദിവസം രാവിലെ നല്ല ഈസി അല്ലേ, രാവിലെ നമുക്കത് ആറിയിട്ടാൽ മതിയാവും. അപ്പോൾ ഇതിപ്പോൾ സമയം കിട്ടാത്തത് കൊണ്ടല്ല അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഞാൻ ബെഡ്ഷീറ്റ് വൈറ്റ് ബെഡ്ഷീറ്റാട്ടോ. അപ്പോൾ വൈറ്റ് ബെഡ്ഷീറ്റ് ഞാൻ നന്നായിട്ട് നല്ല കളറാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാവിലെ ഒന്ന് സോപ്പ് പൊടിയിലൊക്കെ ഇട്ടിട്ടൊന്ന് കുതിരാൻ വെച്ചിട്ട് എന്നിട്ട് വൈകുന്നേരം മെഷീനിൽ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ തലേ ദിവസം ഞാൻ കുതിർക്കാൻ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അലക്കിയെടുക്കാറുണ്ട്. അപ്പോൾ രാവിലെ എടുത്തപ്പോൾ പിന്നെ അങ്ങനെ വൈകുന്നേരത്തേക്ക് ഇങ്ങനെ കുതിരാൻ വേണ്ടി വെച്ചിട്ട് വൈകുന്നേരം അങ്ങ് അലക്കാനിട്ടതായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ ആറിയിട്ടാൽ മതി. നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നമസ്കാര കുപ്പായും അതുപോലെ തന്നെ വൈറ്റ് ബെഡ്ഷീറ്റ് വൈറ്റ് തുണികളെല്ലാം ഇതുപോലെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ നമ്മൾ കല്ലിൽ അലക്കുന്ന പോലെ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ വൈറ്റൊക്കെ ചിലർ കാണാം വൈറ്റ് ഞാൻ കല്ലിൽ അലക്കൽ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ക്ലീൻ ആവാത്തത് കൊണ്ടാണത്. അപ്പോൾ അത് ഡയറക്റ്റ് ഇട്ടിട്ട് അപ്പം തന്നെ ലിക്വിഡൊക്കെ ഒഴിച്ച് അപ്പം തന്നെ അലക്കിയാലൊന്നും അത് ക്ലിയർ ആവില്ല കേട്ടോ. മെഷീനിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് നല്ല ഇരട്ടിയായിട്ട് നമുക്ക് ക്ലീനായിട്ട് കിട്ടുമേ. ഇനിയിപ്പോൾ അതിനുശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നു കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കണം. അപ്പോൾ ഇതില്ലേ ഞാൻ ഇന്നലെ മാവാട്ടി വെച്ചതാട്ടോ. നമ്മളെ ഇഡ്ഡലി ദോശ ബാറ്ററാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ പൊങ്ങി വന്നിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്കും ദോശക്കും ഒക്കെ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ബാറ്ററാണ് കേട്ടോ. ഇന്ന് ഞാൻ വീഡിയോയിൽ അതിൻ്റെ റെസിപ്പീസ് ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് തലേ ദിവസം ഇതിൻ്റെ അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണമല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാട്ടോ. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം അരിയൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ. തലേ ദിവസം ഉച്ചയ്ക്ക് ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെക്കും. അതായത് ഒരു 5 മണിക്കൂറെങ്കിലും നമ്മുടെ അരിയും ഉഴുന്നൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് 250 ml അളവ് കപ്പ് 2 കപ്പ് പച്ചരി കുതിരാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് സെയിം കപ്പിന് 1/4 കപ്പ് ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സാധാ നമ്മൾ ചായയെല്ലാം കുടിക്കുന്ന ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ അതിന് തന്നെ 2 അളവും എല്ലാ അളവും അതിന് തന്നെ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതാ 1 ടീസ്പൂൺ ഉലുവ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇടുന്നുണ്ട്. എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കുതിരാൻ വേണ്ടിയിട്ട് ഇടണം കേട്ടോ. അപ്പോൾ ഇനി പച്ചരി നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ ഇഡ്ഡലി റൈസ് ഇല്ലേ, അത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നല്ല, ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധാ പച്ചരിയാട്ടോ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ ഒന്നുകൂടെ പെർഫെക്ഷൻ കിട്ടും നമ്മൾ ഇഡ്ഡലി റൈസ് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കഴുകി സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉഴുന്നിൽ നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ ഉഴുന്ന് കുതിർന്ന് കിട്ടുന്ന വെള്ളത്തിലാണ് നമ്മളിനി ഇതെല്ലാം അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഉഴുന്നിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പച്ചരിയിലൊക്കെ സാധാ അത് കുതിരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഉഴുന്നിലും ഉലുവയിലും ഒരു 5 മണിക്കൂറെങ്കിലും ഇത് കുതിർന്ന് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം റെഡി ആയതിനു ശേഷം ഞാനിപ്പോൾ ഒരു 1/4 കപ്പ്, നിങ്ങൾ ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ 1/4 ഗ്ലാസ് അവിലില്ലേ, വൈറ്റ് അവിൽ, അത് ഇപ്പോൾ വെള്ളത്തിലിട്ടതാണ് കേട്ടോ. 1 കപ്പ്
വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ വെറുതെ ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടേ ഉള്ളൂ, കഴുകുമൊന്നും വേണ്ട കേട്ടോ. കുതിർന്ന് കുറേ സമയം കിട്ടുമൊന്നും വേണ്ട, വെള്ളം ഒഴിച്ച് വെച്ചു. അപ്പോൾ ഇതാ നമ്മളെല്ലാ ഐറ്റംസും കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഉഴുന്ന് കുറച്ചധികം വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചു എന്ന്. ആ വെള്ളം ഞാനൊന്ന് മാറ്റട്ടെ കേട്ടോ. ഇതാണ് ആ വെള്ളം. ഈ വെള്ളത്തിൽ വേണം നമ്മൾ എല്ലാ ഐറ്റംസും അരച്ചെടുക്കാൻ. അതുപോലെ തന്നെ ഉലുവേൻ്റെ വെള്ളവും നിങ്ങൾ കളയണ്ട കേട്ടോ. ആ വെള്ളവും ഉഴുന്ന് വെള്ളവും കൂടെ എടുത്താൽ മതി അരക്കാൻ വേണ്ടിയിട്ട്. പച്ചരിയിലുള്ള വെള്ളമൊന്നും നമ്മൾ എടുക്കണ്ട കേട്ടോ, അത് ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. പിന്നെ അവിലിന് വേണ്ടിയിട്ട് നമ്മൾ അവിലിൽ ഒഴിച്ച വെള്ളമല്ലേ അത് ഒരുപാടങ്ങ് വെള്ളം ഒഴിക്കേണ്ട. ഒരുപാടുണ്ടെങ്കിൽ ആ ഫുള്ള് വെള്ളം എടുക്കരുത് കേട്ടോ. പാകത്തിൽ ഒഴിച്ച് നമ്മൾ ചോറൊക്കെ അരച്ചെടുക്കില്ലേ, ആ ഒരു തിക്നെസ്സിൽ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഉഴുന്നും ഉലുവയും ആദ്യം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ഫൈനായിട്ട് നല്ല ബട്ടർ പോലെ അരച്ചെടുക്കുക. നല്ല അത്രയും ഫൈനായിട്ട് തരിയൊന്നും ഇല്ലാതെ അരച്ചെടുക്കുക കേട്ടോ. എന്നാൽ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത്, ഗ്രൈൻഡറിനാണെങ്കിലും കുഴപ്പമില്ല, മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് മിക്സി ചൂടാവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അരി ഇങ്ങനെ മാവ് ഇങ്ങനെ വെന്ത് പോവും. അപ്പോൾ നമുക്ക് ഫെർമെൻറ്റേഷൻ മര്യാദക്ക് നടക്കൂല കേട്ടോ, നന്നായിട്ട് പൊങ്ങി വരൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം കുതിരാൻ വെച്ചിട്ട് ഒരു 4.5 മണിക്കൂറൊക്കെ ആവുന്ന സമയത്ത് ഒരു അരമണിക്കൂർ, അരക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പൊന്ന് നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. ഇനി അത് നിങ്ങൾ മറന്നു പോയാൽ അരക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് ഫ്രീസറിൽ വെക്കുക. 10 മിനിറ്റ് മുമ്പേ, ഒരുപാട് സമയമായി പോകരുത് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ചൂടായിട്ട് പൊങ്ങാണ്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ തണുപ്പ് കിട്ടുമ്പോൾ അത് അങ്ങ് ചൂടായി പോകില്ല. അപ്പോൾ അതാ ഞാൻ ഉഴുന്ന് അരച്ചെടുത്തു, അതുപോലെ തന്നെ അവിലും അരച്ചെടുത്തു. ആ വെള്ളം തന്നെ എനിക്കുണ്ടായിരുന്നു. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ അവിലിൽ. ഇനിയിപ്പോൾ അരിയും കൂടെ അരച്ചെടുക്കുക, ഈ ഉഴുന്ന് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. എല്ലാം അരച്ച് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഒരുപാട് കട്ടിയായി പോകരുത്, ഒരുപാട് ലൂസും ആയി പോകരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഒരുപാട് കട്ടിയായി പോയാലും പൊങ്ങിക്കിട്ടൂല, ഒരുപാട് ലൂസായി പോയാലും പൊങ്ങിക്കിട്ടൂല കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ദോശ ബാറ്റർ റെഡി ആയിട്ട് കിട്ടുമേ. ഇനിയിപ്പോൾ ഞാനെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ക്രീമി ബാറ്ററാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് തന്നെ, നല്ല ക്ലീൻ ആയിട്ടുള്ള കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ അടിച്ച് എടുക്കുക. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോഴാണ് നമ്മൾ ആ കൈയിൻ്റെ ഒരു ഇതും കൂടെ വരുമ്പോൾ നന്നായിട്ട് പെർമെൻറ്റേഷൻ നടക്കും കേട്ടോ. ഉലുവ അതിനൊരു എന്താ പറയുക, അത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരാനുള്ളൊരു ഏജൻ്റാണ്. അതുപോലെ തന്നെ നമ്മൾ കൈകൊണ്ടിങ്ങനെ അടിക്കുന്നത്, അവല് ചേർക്കുന്നത്, അതൊക്കെ നല്ലതാണ് കേട്ടോ. നിങ്ങൾക്കിനി മട്ട അവലൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ നമ്മളെ ഇഡ്ഡലീൻ്റെയും ദോശേൻ്റെ ഒക്കെ കളർ ചേഞ്ച് ആവും. അപ്പോൾ വൈറ്റ് അവൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വൈറ്റ് അവൽ തന്നെ എടുക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിനൊക്കെ സാധാ അവലെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അവൽ ഒട്ടും കിട്ടാൻ ചാൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ചോറെടുത്തോ. പക്ഷേ ഈ ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ അവൽ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നവർ തന്നെ ആയിരിക്കും. പക്ഷേ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള ഇഡ്ഡലിയും നല്ല സോഫ്റ്റും, അതുപോലെ തന്നെ എന്താ പറയുക, പേപ്പർ പോലെ നല്ല നേരതായിട്ടുള്ള നല്ല നെയ് റോസ്റ്റും ഒക്കെ നമുക്കിതുകൊണ്ട് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റുമേ. ഇത് കണ്ടോ, ഇത് ഞാനൊരു 7 മണിയായപ്പോൾ, വൈകുന്നേരം 7 മണിയായപ്പോൾ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ടിപ്പോൾ ഒരു 7 മണിയായപ്പോഴത്തേക്കും എനിക്കിതാ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ചുടുന്ന വരെ. ഇനിയിപ്പോൾ എനിക്ക് സാമ്പാർ ഉണ്ടാക്കാം, ഞാനൊരു ഈസി സാമ്പാറും കൂടെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ആ ഒരു സമയം കൂടെ നമുക്ക് കിട്ടും, അത് അവിടെ ഇരുന്നോട്ടെ. ഇനിയും വെക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ആവശ്യത്തിലുള്ള മാവ് എടുത്ത് ചുട്ട് കഴിഞ്ഞിട്ട് ബാക്കി വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം, അതൊന്നും കുഴപ്പമില്ല. എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ. ഒരു 6 മണി 7 മണി ടൈമിലൊക്കെ നിങ്ങൾ അരച്ച് വെച്ചോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഈസി ആയിട്ടുള്ള ഒരു സാമ്പാറും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടി ഞാനൊരു 2 കൈപ്പിടി പരിപ്പ് ഉപ്പൊന്നും ചേർക്കാതെ വെറുതെ ഒന്ന് 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി കേട്ടോ, 3 ടീസ്പൂണൊക്കെ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഫുള്ളായിട്ട് വേണ്ട കേട്ടോ, കുറച്ചോ. പിന്നെ നമുക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, നമ്മൾ പച്ചമുളകൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്രയും. മല്ലിപ്പൊടി ഒരു
1 ടീസ്പൂൺ കേട്ടോ. നിങ്ങൾ ഐറ്റംസ് ഇടുന്നതിനനുസരിച്ച് കൂട്ടിയിട്ട് കൊടുത്തോ. ഇനി ഇതിലേക്ക് കഷ്ണങ്ങളായിട്ട് നമുക്ക് പരിപ്പ് മാത്രമാണെങ്കിലും ഉള്ളിയും തക്കാളിയും പച്ചമുളകും ചേർത്തിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വേറൊരു കഷ്ണങ്ങളുള്ള ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഉള്ളിയും തക്കാളിയും കേട്ടോ, പച്ചമുളകും 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മതിയാവും. നമ്മൾ മുളക് പൊടിയും ചേർത്ത് കൊടുത്തുള്ളൂ 1 ടീസ്പൂൺ. പിന്നെ അത് കായത്തിൻ്റെ ക്യൂബ് ആയിരുന്നു എൻ്റെ കയ്യിൽ, അത് 2 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിയാണെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ മതി. പൊടിയാണെങ്കിൽ വറവിടുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ. അപ്പോഴത്തേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടുമേ. പിന്നെ സാമ്പാറിന് സാമ്പാർ പരിപ്പ് എടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. കഷ്ണങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ശരിക്കും വെന്ത് കിട്ടുമേ. അപ്പോൾ അത് കുറച്ചുകൂടി ഈസി ആവും. ഇനി അത് വെന്ത് വരട്ടെ. പിന്നെ ഇപ്പുറത്ത് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സാമ്പാറാകുന്ന കൂടെ തന്നെ ഇഡ്ഡലിയും റെഡിയാവും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് മാത്രമായിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കലുണ്ടെന്ന്. അപ്പോൾ ഈ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും പരിപ്പ്, ഉള്ളി, തക്കാളി, പച്ചമുളക് ഈ ഐറ്റംസും കൂടെ ഇട്ടിട്ട് ഈ മസാലയും കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ. ചോറിലേക്കും അടിപൊളിയാണ് ഈ ഒരു സാമ്പാർ. അതുപോലെ തന്നെ ഇഡ്ഡലിയിലേക്കും ദോശയിലേക്കും ഒക്കെ പൊളിയാട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ബാറ്റർ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് ഇതുകൊണ്ട് എത്ര ദിവസം വേണമെങ്കിലും ഇഡ്ഡലി ഉണ്ടാക്കാം, അതുപോലെ തന്നെ ദോശ ഉണ്ടാക്കാം. ഇങ്ങനെ പുളിച്ച് ആ ഒരു പുളിപ്പ് ടേസ്റ്റൊന്നും വരില്ല കേട്ടോ. നന്നായിട്ട് പൊങ്ങി കിട്ടും, പക്ഷേ ആ ഒരു പുളിപ്പ് ടേസ്റ്റ് വരില്ല. നമുക്ക് ചില മാവുകൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കി നാളത്തേക്ക് പുളിപ്പ് ടേസ്റ്റ് വന്നിട്ട് ഇവിടെ റഫിക്കൊന്നും അങ്ങനത്തെ കഴിക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കുക. സാധാരണ ചോറ് ചേർത്തിട്ടൊക്കെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദോശേൻ്റെ ബാറ്ററൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബാറ്റർ ഇതാണ് കേട്ടോ. ഇതുകൊണ്ട് ഇത് മാവ് തീരുന്നവരെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ലൂസായിട്ടൊന്നും പോകില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഇത് പൊങ്ങി വന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ തവിയിട്ടിട്ട് ഒരുപാട് ഇളക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ അരക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് ഞാൻ പറയാൻ വിട്ടുപോയതാ. അരക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബാറ്റർ പൊങ്ങി വന്നതിന് ശേഷം അധികം ഇട്ടിട്ട് കുത്തി ഇളക്കരുത്. ജസ്റ്റ് ഒന്ന് ഞാൻ ആ വീഡിയോ കാണുന്ന അത്രയും തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുള്ളൂ. ഒരുപാട് ഇങ്ങനെ ഇളക്കി ആ ഒരു ഫ്ലഫിനെസ് ഒന്നും കളയരുത് കേട്ടോ. അതങ്ങ് കോരി ഒഴിച്ചാൽ മതി. നമ്മൾ ഉപ്പൊക്കെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് മിക്സ് മാത്രം. എന്നിട്ട് ഇപ്പോൾ ഞാനൊരു 5-8 മിനിറ്റ് ഇഡ്ഡലി ഒന്ന് വേവിച്ചെടുത്തു. അത് നമ്മൾ ഇഡ്ഡലീൻ്റെ തിക്നെസ്സിനനുസരിച്ച് കേട്ടോ. ചിലത് നൈസ് ആയിട്ടുള്ള ഭയങ്കര കട്ടിയില്ലെങ്കിൽ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിലൂടെ തന്നെ ആയിക്കിട്ടും. എന്നിട്ട് ചൂടോടെ എടുത്തതിന് ശേഷം ഇതുപോലെ കയ്യിൽ കുറച്ച് വെള്ളമാക്കി ഒന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. ചിലർക്ക് ഇഡ്ഡലി ആ തട്ടിൽ നിന്ന് വിട്ട് വരില്ല, ഒട്ടിപ്പിടിക്കും, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്നിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അതങ്ങ് അതിലേക്ക് അബ്സോർബ് ആവുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ഇഡ്ഡലി നമുക്ക് തട്ടിൽ നിന്ന് ഒട്ടിപ്പിടിക്കാതെ എടുക്കാനും വേണ്ടിയിട്ട് കിട്ടും. സ്പൂണൊന്നും വേണ്ട കേട്ടോ. നമ്മൾ കൈ കൊണ്ട് എടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അപ്പോൾ ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആട്ടോ നമുക്ക് കിട്ടുക. അപ്പം ഞാനിപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഞാൻ ദോശ ഉണ്ടാക്കി കാണിക്കുന്നില്ല. നമ്മൾ നെയ് റോസ്റ്റൊക്കെ അല്ലേ, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. മസാല ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പേപ്പർ പോലത്തെ നല്ല ഫൈനായിട്ടുള്ള തിന്നായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ റഫീഖക്ക് ചൂടോടെ ഇങ്ങനെ ചുട്ട് കൊടുത്ത് നമുക്ക് ചുടുമ്പോൾ ഞാൻ ഒരെണ്ണം ചുട്ട് കഴിച്ച് പിന്നെ ഒരെണ്ണം, കാരണം ആ ചൂടോടെ വേണ്ടതുകൊണ്ട് കേട്ടോ. കാരണം നമുക്ക് വേറെ ആരും ഉണ്ടാക്കി തരാനില്ലല്ലോ, നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ ചിലപ്പോൾ 3 എണ്ണം അല്ലെങ്കിൽ 2 എണ്ണം അങ്ങ് ചുട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വടിയതുപോലെ ആവില്ല. അങ്ങനെ എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ചുടും കഴിക്കും, അടുത്ത ചുടും കഴിക്കും, അങ്ങനെയായിട്ട് ചെയ്യുക. പക്ഷേ ഈ ഒരു ദോശ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഈ ബാറ്റർ കൊണ്ട് ദോശ ഉണ്ടാക്കുമ്പോൾ 3 എണ്ണം പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നിച്ചെന്നെ ഇരുന്നിട്ട് കഴിച്ചാലും ആ ഒരു ക്രിസ്പിനെസ് അത്ര സമയം വരെ നിൽക്കും കേട്ടോ. ഒരുപാട് വൈകുന്നേരം വരെ ക്രിസ്പിനെസ് നിൽക്കും, അതല്ല ഞാൻ പറഞ്ഞേ. ആ ഒരു നമ്മൾ കഴിക്കാനിരിക്കുന്ന ആ ഒരു സമയമല്ലേ, ആ ഒരു സമയം വരെ ദോശയ്ക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. സാമ്പാർ കൂട്ടിയിട്ടും ചട്നി കൂട്ടിയിട്ടൊക്കെ കഴിക്കുമ്പോൾ അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചട്നിയും ഉണ്ടാക്കലുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ദോശ ഉണ്ടാക്കാത്തത് കൊണ്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ അത് കാണിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ്. ഭയങ്കര റെസിപ്പിയൊന്നും അല്ല കേട്ടോ. പക്ഷേ നമ്മൾ ഒരു ഈസി പീസി റെസിപ്പികളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ വീട്ടമ്മമാർക്ക്, അതുപോലെ ഉണ്ടാക്കുന്ന ഐറ്റമാണ് കേട്ടോ ഈ സാമ്പാർ, ആ ചട്നി കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ ഇഡ്ഡലി ഇത് അവിടെ റെഡി ആകുന്നുണ്ട്. നമുക്കങ്ങനെ കുറേ ക്വാണ്ടിറ്റി വേണ്ട. അപ്പോൾ ഞാൻ ഇതിൽ നിർത്തുകയാണ് കേട്ടോ. ഇത്രയും തന്നെ നമുക്ക് മതി. അപ്പോൾ നമ്മൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു.
അതിലേക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഒന്ന് പിഴിഞ്ഞൊഴിക്കുക, കുറച്ച് കേട്ടോ, അത്രയും മതി. പിന്നെ ഞാനിവിടെ ചെറിയ ശർക്കര ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ശർക്കര ഉരുക്കിയതായതുകൊണ്ടാണ് ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നത്. കഷ്ണമാണെങ്കിൽ ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് മധുരം മുന്നിലേക്ക് വരരുത്, എന്നാൽ ആ ഒരു ചെറിയ മധുരം അവിടെ കിടക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാട്ടോ കിട്ടുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം, അടിപൊളിയാം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇഡ്ഡലി റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് മാറ്റട്ടെ. അപ്പോൾ നമ്മൾ പുളി ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരിക, അത്രയും മതി കേട്ടോ. ഇനി ഒരു വറവിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ പെർഫെക്റ്റ് സാമ്പാർ എന്നൊന്നുമല്ല ഇതിനെ പറയുക, എന്നാൽ അടിപൊളി ടേസ്റ്റുള്ള നല്ല ഈസി സാമ്പാർ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉലുവയും ഒരു പിഞ്ച് ചെറിയ ജീരകവും കൂടെ ഒന്ന് പൊട്ടാനായിട്ട് ഇട്ട് കൊടുത്തേ. അതിനുശേഷം ഇതാ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നമ്മളെ വീട്ടിലുള്ള മൈസൂർ മല്ലിയിലെ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കിടിലൻ സാമ്പാർ, ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിലേക്കും നമ്മളെ ഇഡ്ഡലിയിലേക്കും ഇത് തന്നെ മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയും മതി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇഡ്ഡലി ഇപ്പോൾ ഞാൻ 3 എണ്ണം കഴിക്കുന്നത് എനിക്കൊരു 6 എണ്ണം കഴിക്കാം, അത്രയും സോഫ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കഴിച്ചാൽ അങ്ങനെ കഴിച്ച ഫീൽ വരില്ല, അത്രയും ഇത് ഉണ്ടാവുള്ളൂ. അത്രയും ഫ്ലഫി ആയിട്ടില്ലേ നമുക്ക് മാവ് കിട്ടിയിട്ടില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഇത്. പിന്നെ ഇന്നത്തേക്കുള്ള കറി എനിക്ക് ഉച്ചക്കത്തേക്കായാലും ഇന്ന് ഇത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ചമ്മന്തിയോ എന്തെങ്കിലും ഒരു ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കുന്നുള്ളൂ, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഗ്ഗ് ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ എന്തെങ്കിലും ചെയ്താൽ അത് തന്നെ മതിയാവും കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ലഞ്ചായിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് അതൊന്നും കാണിക്കുന്നില്ലേ. പിന്നെ നമ്മൾ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. പിന്നെ കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് ഓഫായിരുന്നു കേട്ടോ, സോറി, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ റഫീഖാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വന്ന് വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത്. എന്നെ വാട്സപ്പിലൊക്കെ 1-2 പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ശരിയാക്കുകയാണ് ചെയ്തത്, സോറി കേട്ടോ. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല കേട്ടോ. അത് യൂട്യൂബിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരും. അത് നമ്മൾ ജസ്റ്റ് അന്നത്തെ ദിവസം നമ്മൾ എല്ലാ ദിവസം പോലെ അങ്ങനെ ചെയ്യും, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പറ്റിപ്പോകുന്നതാണ്. അപ്പോൾ അതിന് ശേഷമൊക്കെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ബത്തേരിയിൽ വന്നിട്ടുണ്ടായിരുന്നേ. ഇതിങ്ങോട്ട് നോക്കൂ, കൈയെടുക്കേ. ഇല്ല, റോഫ്ഖാൻ്റെ വീട്ടിലെ അപ്പോൾ അവരെ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. വെറുതെ വന്നതാട്ടോ. ഇങ്ങനെ ബോറടിക്കുന്ന സമയത്ത് നമ്മളങ്ങനെ വരലുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ബസ് കയറി വന്നു. ഇനി റഫീഖ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വരും കേട്ടോ, 6-7 മണിയൊക്കെ ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വന്ന് അപ്പോൾ അതിനുശേഷം കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്ന് പിന്നെ കുറേ കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ ആയി, ചായയൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. വെൽക്കം ചെയ്യാം ചെല്ലാൻ പറഞ്ഞതല്ലേ. കുഞ്ഞു നല്ല രസമുണ്ട്. നമുക്ക് നല്ലൊരു സാധനം കൊടുത്ത് നല്ല രസമുണ്ട്. വളരെ സ്പെഷ്യൽ കണ്ണൂർ.
നമുക്ക് ദുബായ് പോവാം. അവിടെ നിന്ന് മീറ്റ് ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മളെ വിളിക്കും, നമ്മളെയും കൂടെ കൂടെ കൂട്ടാം. അങ്ങോട്ട് വാ, ഞങ്ങളവിടെ ഉണ്ടാവും. ഇല്ല, അങ്ങോട്ട് വരൂല, നിങ്ങളാണ് കൂട്ടിയാ മതി. സൗത്ത് മീര സൗദി അറേബ്യയിലും അല്ലെങ്കിൽ സൗദി നീറ പറഞ്ഞതാ. ഇനി മറ്റെന്തേലും അജ്മാനിലാണ് അല്ല ജംഷി? അജ്മാനിലാണ്. അല്ല, അതെയാണ്. റോഫ്ഖാന്റെ മരോന് ദേറയിലും വേറെ സൗദി എവിടെയുള്ള അതാ ശരിക്കും ദുബായാണ്. ഷാന് ഇതിന്റെ അബുദാബിന്റെ അടുത്ത്, ദുബായ് കഴിഞ്ഞിട്ട് അബുദാബി ഉണ്ട്, അതിന്റെ അടുത്ത് അവർക്ക് അബുദാബിയിലേക്ക് എത്താം. വാങ്ങിച്ചിരുന്നു. ഇവര് സബ്ബല്ലത് പോകും. മറ്റേ സാരി എടുത്തോണ്ട് ഇതുവരെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് അത്രയും വെടിച്ചെല്ലാം ചെയ്യണ്ടേ. പല ആരാധനോ ഞാൻ നിങ്ങളെ വിളിച്ചപ്പോ ഞാനാന്നുള്ളതില് അത് ഉണ്ടാവും. ഒരു വെള്ളം കുടിക്കുന്നതിന് ഇത്രയും കോമഡി. അതൊക്കെ ഓടിച്ചു ഇതിന്റെ ഒരു വീഡിയോ എടുക്കാം. തേങ്ങയാണ് റെസിപ്പി നമ്മളെ യൂട്യൂബ് ചാനലിൽ എത്തിച്ചിട്ടുണ്ടാവും. അതിന്റെ ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല മധുരമാണ്. എനിക്കൊന്നും തന്നിട്ടില്ല കേട്ടോ. അപ്പം ഇവര് വീട്ടിൽ നിന്ന് രാത്രിത്തെ ഫുഡ് കഴിക്കണ്ട, നമുക്ക് പുറത്തു പോയി കഴിക്കാന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഡിസൈഡ് ചെയ്തിട്ട് ഒരു ഷോപ്പൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാ. കുഞ്ഞു പറഞ്ഞേടിയോ അപ്പോൾ ഇവർ എന്താ ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട്, ഷവായും ഒക്കെ കിട്ടുന്ന അടിപൊളി ഒരു പ്ലേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാം കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ സിറ്റി ബേക്കാണ് കേട്ടോ. അപ്പോൾ ബത്തേരിയിലൊക്കെ ഉള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടുന്ന് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷവായും അതുപോലെ തന്നെ മസാല ഷവായി അല്ലേ, മസാല ഷവായും
പൊറോട്ടയും കുബൂസും ഒക്കെ ആണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുള്ളത്. ഭക്ഷണം കഴിക്കുക വിശപ്പ് എന്നതിലുപരി നമ്മൾ കൂടിയിരുന്നിട്ടുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഒന്ന് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അവരായാലും അങ്ങനെ തന്നെ, നമ്മളായാലും അങ്ങനെ തന്നെ. നമ്മളിവിടെ വന്നാൽ ഇപ്പോൾ എനിക്കും ജംഷിക്കും കുട്ടികൾക്കും കഥ പറഞ്ഞ് തീരൂല, കുറേ പറയാനുണ്ടാവും. അതുപോലെ തന്നെ റഫീക്കും റോഫ്ക്കാക്കൂട്ടാ, അവർക്കും ഒരുപാട് കാര്യങ്ങളും പറയാനുണ്ടാവും. ഞങ്ങളിത് തീരാത്ത പോലെ തന്നെ അവരും തീരൂല കേട്ടോ. അങ്ങനെ ഒരുപാട് സമയമാവും. എപ്പോഴും വന്നാൽ ഇത് തന്നെയാണ് കേട്ടോ പരിപാടി. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരുപാട് സമയമാവാറുണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യം ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ പോയി നോക്കിക്കോട്ടോ. പിന്നെ വയനാടൊക്കെ വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫുഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഷവായൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു മൊജിറ്റോ ഒക്കെ കഴിച്ചു. അടിപൊളി കേട്ടോ ഫുഡ്, ഒന്നും പറയാനില്ല. നല്ലത് തന്നെ പറയണ്ടേ. സൂപ്പറായിരുന്നു കേട്ടോ, വയറും മനസ്സും നിറഞ്ഞു എന്ന് പറയില്ലേ, അങ്ങനെ. ഭയങ്കര ഹെവി ആയിട്ട് കഴിച്ചിട്ടുമില്ല, എല്ലാവരും കൂടി ഇത് കഴിച്ചുകൊണ്ട് പാകത്തിന് അങ്ങനെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ അതിനുശേഷം ഞങ്ങളിത് ഷോപ്പിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബത്തേരി മുനിസിപ്പൽ ഓഫീസിന് അടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നത്. സിന്ദൂർ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. പക്ഷെ ഞാൻ ആദ്യമായിട്ടാട്ടോ കേൾക്കുന്നത്. കുട്ടികൾ എന്നോട് പറഞ്ഞു ഇവർ ഇങ്ങനെ നടന്നൊക്കെ വരുമ്പോൾ കാണുമല്ലോ, പിന്നെ അവരുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് അറിയുമല്ലോ, അപ്പോൾ അങ്ങനെ അറിഞ്ഞതാവും സിന്ദൂർ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട്. നല്ല റിങ്ങുകൾ കിട്ടും, നല്ല ഐറ്റംസ് ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ സത്യമാണ്, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് ഇവരുടെ പരസ്യമോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. സെലക്ഷൻ നിങ്ങൾക്ക് തന്നെ കാണാം. ഒരു ഷോപ്പിലും ഇത്ര അധികം സെലക്ഷൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. റിങ്ങിനൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒരു സാധാ ഉള്ളതും സ്റ്റോൺ ഉള്ളതും റോസ് ഗോൾഡ് ആയിട്ടുള്ളതും സാധാ ഗോൾഡിലുള്ളതും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളായിട്ടുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ എന്താ പറയുക, കരിമ്പും തോട്ടത്തിൽ ആന കയറിയ പോലെ എന്ന് പറഞ്ഞ മാതിരിയായിരുന്നു കേട്ടോ. കുറേ റിങ്ങുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് എല്ലാവരും. കുറേ അധികം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട്, പോരാത്തിന് നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഐറ്റംസും ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഞാനങ്ങനെ ഡീറ്റെയിൽ വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നമ്മൾ എടുക്കുമ്പോൾ ജസ്റ്റ് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എടുത്തിട്ടില്ല എന്ന്. ഈ റെൻ്റൽ ഓർണമെൻറ്റ്സ് ഇല്ലേ, ബ്രൈഡിനൊക്കെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ഷോപ്പ് പ്രിഫർ ചെയ്യേണ്ടി വരില്ല. അതായത് നമുക്ക് കിട്ടിയില്ല ഇനി ഇതിൻ്റെ ബാക്കി വേറൊരു ഷോപ്പിൽ നിന്ന് പറയില്ലേ, അത് വേണ്ടി വരില്ല കേട്ടോ. അത്രയും കളക്ഷൻസ് ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നതും അതിലപ്പുറമായിട്ടുള്ളതും ഇവിടെ ഉണ്ട്. എല്ലാ തരം സിമ്പിളായിട്ടുള്ളതും ഭയങ്കര ഹെവി ആയിട്ടുള്ളതും അതിനേക്കാൾ ഹെവി ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഷോപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് വീഡിയോ എടുക്കാത്തത് കൊണ്ട് നമ്മളൊരു 2-3 റിങ് വാങ്ങുക അതേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ പോവുകയാണെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാം. ഇതാണ് കേട്ടോ ഷോപ്പ് വരുന്നത്. ഇവിടെ തന്നെ എന്താ പറയുക, ഈ ബ്രൈഡിനൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഓർണമെൻറ്റ്സും ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബ്രൈഡൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ കല്യാണമൊക്കെ ഫിക്സ് ആയവരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവരൊക്കെ ഒരു പ്ലാനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ നോക്കി നോക്കുക കേട്ടോ. ഇവിടെ ഉള്ളവർക്കൊക്കെ പോയി നോക്കാവുന്ന ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. ബ്രൈഡിന് മാത്രമല്ല കേട്ടോ, അല്ലാതെ സിമ്പിൾ ഡെയിലി യൂസ് ചെയ്യാനുള്ള ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിനെ. പിന്നെ നമ്മൾ ലേഡീസിന് എടുത്താലും എടുത്തിട്ടില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടമുണ്ടല്ലോ, എനിക്ക് കണ്ട് നിൽക്കാൻ തന്നെ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ അങ്ങനെ കുറേ അധികം ഒന്നും വാങ്ങിയിട്ടില്ല. എന്നാലും കുട്ടികളും ഞാനും ഒക്കെ റിങ്ങൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനത് ഇതിൽ കാണിക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ഇടുന്ന സമയത്ത് ഞാനത് കാണിക്കാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഷോപ്പ് വരുന്നത്. ഇനി മാറിപ്പോണ്ട. അപ്പോൾ ഇത് കണ്ട, ഹെവി ആയിട്ടുള്ളതും സിമ്പിളായിട്ടുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം കുറേ ഇതിൽ എന്താ പറയുക, 1-2 എണ്ണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും നമുക്ക് ഇഷ്ടപ്പെടുന്നത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ 11:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് വരൽ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഷോപ്പിങ്ങും ഫുഡും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.